ഹജ്ജ് കമ്മിറ്റി മുഖേന കോഴിക്കോട് വിമാനത്താവളം വഴി ഹജ്ജ് യാത്ര നടത്തിയ അവസാനത്തെ ഹജ്ജ് സംഘവും മടങ്ങിയെത്തി. ഹജ്ജ് വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ കരിപ്പൂരിൽ തീർത്ഥാടകരെ സ്വീകരിച്ചു. ഇത്തവണ ഹജ്ജിന് പോയ നമ്മുടെ ഹാജിമാർ, ഹജ്ജ് തീർത്ഥാടകർ 13,828 പേരാണ് ഇവിടെ നിന്ന് ഹജ്ജിന് പോയത്. കണ്ണൂരിൽ നിന്നും ഈ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നുമായിട്ടാണ് പോയത്. അതിൽ 8 പേർ അവിടെ വെച്ച് ഈ ഹജ്ജ് വേളയിൽ മരണപ്പെടുകയും ഒരാളിപ്പോൾ ട്രീറ്റ്മെൻറ്റിലുണ്ട്. അത് കഴിച്ച് ബാക്കി എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. കഴിഞ്ഞ 11-നാണ് എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ ആദ്യ ഹജ്ജ് മടക്കയാത്ര വിമാനം എത്തിയത്. അവരെ ഞങ്ങളവിടെ പോയി, ചെയർമാൻ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി സ്വീകരിച്ചു. തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ 10 ദിവസത്തോളം വിവിധ ഫ്ലൈറ്റുകളിലായി അവിടെ ഹാജിമാർ തിരിച്ചെത്തി. ഇവിടുത്തെ കോഴിക്കോട് എയർപോർട്ടിലെ ലാസ്റ്റ് ഫ്ലൈറ്റാണ് ഇന്ന് വന്നത്. ഇനി കണ്ണൂരിൽ 1-ാം തീയതി വരെ ഒരു 3-4 ഫ്ലൈറ്റിന് കൂടി കുറച്ച് ഹാജിമാർ തിരിച്ചെത്താൻ. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, അസിസ്റ്റന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ പുത്തലത്ത്, ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി, അഷ്കർ കോറാട്, ഷംസുദ്ദീൻ അരിഞ്ചിറ, OV ജാഫർ, നോഡൽ ഓഫീസർ കണ്ണിയൻ മുഹമ്മദ് അലി തുടങ്ങിയവർ ചേർന്ന് മടങ്ങിയെത്തിയ തീർത്ഥാടകരെ സ്വീകരിച്ചു. കൊച്ചി വിമാനത്താവളം വഴി യാത്രയായ ഹാജിമാർ ജൂൺ 11 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ നാട്ടിലെത്തി. കണ്ണൂർ വഴി യാത്രയായ ഹാജിമാർ ജൂൺ 21 മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിലേക്കുള്ള അവസാന വിമാനം ജൂലൈ 1-നാണ്. ഇതോടെ ഹജ്ജ് കമ്മിറ്റി മുഖേന കേരളത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പുറപ്പെട്ടവരുടെ മടക്കയാത്ര പൂർത്തിയാകും. ന്യൂസ് ഡെസ്ക് എയർ 1. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.